എനിക്ക് സ്പീഡിൽ നടക്കാൻ മേലായിരുന്നു. ഒരു പിടുത്തം പോലെ കാല് എന്തോ വെയിറ്റ് മുട്ടിന്റെ ഭാഗത്ത് കിടക്കുന്ന പോലെ ഒരു പിടുത്തം പോലെയായിരുന്നു. സ്പീഡിൽ നടക്കാൻ മേലായിരുന്നു. ഇപ്പോൾ എനിക്ക് സ്പീഡിൽ നടക്കാം. സ്പീഡിൽ നടക്കാം. ഇപ്പോൾ കുഴപ്പമോ ഇപ്പം വളരെ വ്യത്യാസമുണ്ട്. വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം വന്ന് കയറിയപ്പം പിന്നെ സ്പീഡിൽ നടക്കുമ്പോൾ മുട്ടിന് പിടുത്തമായിരുന്നു കയറി നടക്കുമ്പോൾ. ഇരിക്കുമ്പോഴും പിടുത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര ഇതില്ല, ഇച്ചിരി കൂടെ റിലാക്സ് ആയി അവിടെ. ഇപ്പൊ കുറച്ചുകൂടെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. തന്നെ ഇത്ര വ്യത്യാസം ഉണ്ടല്ലോ. ഇത്രയും നേരം ജോയിന്റ് മാനിപ്പുലേഷൻ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇപ്പൊ തന്നെ വ്യത്യാസം വന്നു. ഈ 1/4 മണിക്കൂർ കൊണ്ട് തന്നെ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ ഡോക്ടർ പറഞ്ഞേക്കുന്നത് തുടർച്ചയായിട്ട് 3 മാസത്തേക്ക് എക്സർസൈസ് ചെയ്യണമെന്നും അതിന്റെ കാണിച്ചു തന്നു. പിന്നെ വീഡിയോ അയച്ചു തന്നേക്കണമെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനൊന്നും എനിക്കൊരു മടിയില്ല. ഈ ബുദ്ധിമുട്ടങ്ങ് മാറിയാൽ മതി എനിക്ക്. തീർച്ചയായും ഞാൻ ഈ സ്ഥലത്ത് വന്ന് ഇതിന്റെ ഈ ജോയിന്റ് മാനിപ്പുലേഷൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഒരു 2-3 മാസം മുമ്പൊക്കെ ഞാനിത് ശ്രദ്ധിച്ചിരുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇത്രയും ലേറ്റ് ആയതാണ്. ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പോരുകയായിരുന്നു. അപ്പോൾ ലേറ്റ് ആവുള്ളൂ മുന്നോന്ന് ഓർത്താണ് പിന്നെ ഇപ്പൊ പോരുകയായിരുന്നു. മുട്ടുവേദനയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ എത്രയും പെട്ടെന്ന് ഇത് ഗുരുതരമാകുന്നതിന് മുമ്പ്, കൂടുതലാകുന്നതിന് മുമ്പ് വന്ന് ഇത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിപ്പോൾ തന്നെ 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ഇപ്പോൾ വളരെ ആശ്വാസമുണ്ട്. ഞാൻ എണീക്കുമ്പോൾ എവിടെയെങ്കിലും പിടിച്ചോണ്ടായിരുന്നു എണീറ്റോണ്ടിരുന്നത്. ഇരിക്കുമ്പോഴും അത് തന്നെ, എവിടെയെങ്കിലും കൈക്ക് ബലം കൊടുത്ത് പിടിച്ചോണ്ടായിരുന്നു ഇരുന്നോണ്ട്. എനിക്ക് ചെറുപ്പം മുതലേ ഈ ശരീരത്തിന് വണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് സ്പീഡ് നടക്കുന്ന ഒരു രീതിയായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ സ്പീഡ്. അപ്പൊ എനിക്ക് സ്ലോയിൽ നടക്കുന്നത് തന്നെ എനിക്കൊരു വലിയ അസ്വസ്ഥതയായിരുന്നു. കാരണം ഞാൻ ഒരു 2 കിലോമീറ്റർ ദൂരമൊക്കെ ഞാൻ ഒരു 20 മിനിറ്റ് കൊണ്ട് നടന്ന് എത്തുമായിരുന്നു നേരത്തെ. അപ്പൊ അങ്ങനെ ഒരു ശീലം ഉള്ളത് കൊണ്ട് എനിക്ക് അതങ്ങ് ഒരു വലിയ, അത് തന്നെ ഒരു അസ്വസ്ഥതയായിരുന്നു. എനിക്ക് സ്പീഡിൽ നടക്കാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യം. കാലിന് വലിച്ചിലുണ്ടാകാതെ നടക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ഹാപ്പിയായി എന്നോട് ഞാൻ എക്സർസൈസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഇനിയിപ്പോ എന്റെ കയ്യിലാണല്ലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഡോക്ടറിനോട് ഈ എക്സർസൈസ് ഒക്കെ മുടക്കാതെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നോട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ച് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട്.